my dear students, welcome to Future Plus Academy. NIOS October batch in the public examination നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നവംബർ 4th നിങ്ങൾക്ക് കഴിഞ്ഞ ഫിസിക്സിന്റെ പബ്ലിക് എക്സാമിനേഷന്റെ ആൻസർ കീ ഡിസ്കഷൻ സെഷൻ ആണിത്. അപ്പോൾ ഞാൻ എല്ലാവരെയും ഒന്നുകൂടെ വെൽക്കം ചെയ്യാണ്. നിങ്ങൾക്ക് വന്ന എല്ലാ MCQന്റെ ഒബ്ജക്റ്റീവിന്റെയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സെഷനിലേക്ക് പോവാം. നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the thermodynamic process in which all the state variable change is called. അതായത് എല്ലാ സ്റ്റേറ്റ് വേരിയബിൾസും, അതായത് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ, ഈ മൂന്ന് വേരിയബിൾസ് ചേഞ്ച് ആവുന്ന തെർമോഡൈനമിക് പ്രോസസ് ഏതാണെന്നാണ് ചോദിച്ചത്. നമ്മുടെ ഓപ്ഷൻസ് വരുന്നത് ഐസോതെർമൽ, അഡിയബാറ്റിക്, ഐസോപോറിക് ആൻഡ് ഐസോബാറിക്. അപ്പൊ എന്താണ് ഐസോതെർമൽ? ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ച് 0 ആയിരിക്കും. ഓക്കെ, ബാക്കി രണ്ടും എന്താണ്? ചേഞ്ച് ആവും. അഡിയബാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് 0 ആവുന്നത് അല്ലെങ്കിൽ എന്താണ് ചേഞ്ച് ആവാത്തത്? ഹീറ്റ് എക്സ്ചേഞ്ച് അഥവാ ഡെൽറ്റ ക്യൂ ആണ്. ഐസോപോറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ വി 0 ആയിരിക്കും. ഐസോബാറിക് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സംഭവം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി, അഡിയബാറ്റിക് പ്രോസസ് ആണ്. കാരണം അഡിയബാറ്റിക് പ്രോസസ്സിൽ ആരാണ് ചേഞ്ച് ആവാത്തത്? ഡെൽറ്റ ക്യൂ അഥവാ ഹീറ്റ് ചേഞ്ച് ആണ് ഇല്ലാത്തത് അല്ലെ. ബാക്കി മൂന്നും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് അഡിയബാറ്റിക് പ്രോസസ് ആണ്. Next question, the law of thermodynamics which defines the temperature. ടെമ്പറേച്ചറിനെ ഡിഫൈൻ ചെയ്യുന്ന തെർമോഡൈനമിക് ലോ ഏതാണ്? ഇപ്പൊ നമുക്കറിയാം 4 ലോസ് ആണുള്ളത്. 0, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് അല്ലെ. നമ്മുടെ ഓപ്ഷൻസിലുള്ളത് 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോക്ക് നമുക്കറിയാം 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും ഉണ്ട്. ഇതിൽ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 0th ലോ ആണ്. കാരണം 0th ലോ ആണ് തെർമൽ ഇക്വിലിബ്രിയത്തിനെ പറ്റിയിട്ട് അഥവാ സെയിം ടെമ്പറേച്ചറിൽ വരുന്ന സിസ്റ്റത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു എ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം സിയു ആയിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അതേസമയം ബി എന്ന് പറഞ്ഞ വേറൊരു സിസ്റ്റം സിയു ആയിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ എയും ബിയും തമ്മിൽ എന്താണ്? തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഇതാണ് 0th ലോ പറയുന്നത്. അപ്പൊ ഈ ടെമ്പറേച്ചറിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരേ ഒരു തെർമോഡൈനമിക് ലോ എന്ന് പറയുന്നത് 0th ലോ ഓഫ് തെർമോഡൈനമിക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the speed of the sound at STP of hydrogen is ന്യൂ. അല്ലെങ്കിൽ നമ്മുടെ ഹൈഡ്രജന്റെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലുള്ള നമ്മുടെ ഹൈഡ്രജന്റെ സ്പീഡ് എന്ന് പറയുന്നത് ന്യൂ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ STPയിലുള്ള ഓക്സിജന്റെ സ്പീഡ് എന്തായിരിക്കുന്നു? അപ്പൊ ഈ ഒരു സ്പീഡ് ഓഫ് ദ സൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ് ആണ്. അല്ലെങ്കിൽ എന്താണോ ആ ഒരു എലമെന്റിന്റെ മാസ് അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഹൈഡ്രജന് ന്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓക്സിജന്റെ എന്തായിരിക്കും? ഓക്സിജന്റെ വരുന്നത് ന്യൂ ബൈ 4 ആയിരിക്കും. ഓക്കെ, 1/4 ആയിട്ട് മാറും. നെക്സ്റ്റ്, which of the following does not carry energy from one place to another? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനർജി ക്യാരി ചെയ്യാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഫസ്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, സൗണ്ട് വേവ്, ട്രാൻസ്വേഴ്സ് വേവ്, സ്റ്റേഷനറി വേവ്. ഇതിന്റെ ആൻസർ വരുന്നത് സ്റ്റേഷനറി വേവ് ആണ്. സ്റ്റേഷനറി വേവ് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എനർജി ക്യാരി ചെയ്യുന്നില്ല. ഓക്കെ, next question, a very thin metal foil is introduced in the gap between the two plates of a parallel plate capacitor near its center. The new capacitance of the capacitor will be. അതായത് ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് മെറ്റാലിക് പ്ലേറ്റിന്റെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും അല്ലെ. ആ ഡിസ്റ്റൻസിൽ എന്തെങ്കിലും ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അത് എന്തോ ആവാം, മേ ബി എയർ ആവാം. എയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ മൈക്ക, സാൻഡ് പോലുള്ള എന്ത് വേണമെങ്കിലും ഫില്ല് ചെയ്യാം. ഓക്കെ, അങ്ങനെ രണ്ട് മെറ്റാലിക് പ്ലേറ്റ്സിനെ കണക്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഈ കപ്പാസിറ്റർ എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കപ്പാസിറ്ററിന്റെ ആ ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു എനർജി സ്റ്റോർ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നമ്മൾ എന്ത് പറയും? കപ്പാസിറ്റൻസ് എന്ന് പറയും അല്ലെ. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഒരു മെറ്റാലിക് പ്ലേറ്റിന്റെ ഇടയിൽ നമ്മളൊരു തിൻ മെറ്റൽ ഫോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കപ്പാസിറ്റൻസിന് എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് വരുന്നത് കപ്പാസിറ്റൻസ് സെയിം ആയിരിക്കും എന്ന് പറയുന്നുണ്ട്, ഡബിൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്, ഹാഫ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ 0 ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താ? സെയിം ആണ്. ഓക്കെ, സെയിം ആയിരിക്കും. കപ്പാസിറ്റൻസിന് ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല. Next question, eddy currents are produced in a piece of metal when it is placed in a. എപ്പോഴാണ് എഡ്ഡി കറൻസ് പ്രൊഡ്യൂസ് ആവുന്നത്? അപ്പൊ എഡ്ഡി കറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞാൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് കിട്ടും. എന്താണ് എഡ്ഡി കറൻസ്? ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് വരുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഈ ഒരു ചേഞ്ച് കാരണം അല്ലെങ്കിൽ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് കാരണം പ്രൊഡ്യൂസ് ആവുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ആ ഒരു പെർട്ടിക്കുലർ കറണ്ടിനെ നമ്മൾ എഡ്ഡി കറണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു ഓപ്ഷൻസ് വായിച്ചു നോക്കുക. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്,
യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, ടൈം വേരിങ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ടൈം വേരിങ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ നമുക്കറിയാം എഡി കറൻസ് ഉണ്ടാവണമെങ്കിൽ തന്നെ അവിടെ ആര് വേണം? മാഗ്നറ്റിക് ഫീൽഡ് വേണം. അപ്പൊ ഈ ഓപ്ഷൻ എയും അല്ല ഓപ്ഷൻ സിയും അല്ല. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ? ഓപ്ഷൻ ബി ആണോ ഡി ആണോ എന്നാണ്. അപ്പൊ നമുക്കറിയാം വേരിയിങ് ആണ് അല്ലെ, അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, the refractive index of the glass is maximum for a light of wavelength. ഏത് ലൈറ്റിനാണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാക്സിമം ആവുന്നത്? ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനം നമ്മുടെ വേവ് ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അഥവാ വേവ് ലെങ്ത് കൂടുന്തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും, അല്ലെങ്കിൽ വേവ് ലെങ്ത് കുറയും തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും. നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ 700 നാനോമീറ്റർ, ഓപ്ഷൻ ബി 600, ഓപ്ഷൻ സി 500 ആൻഡ് ഓപ്ഷൻ ഡി 400. ഇവിടെ ചോദിച്ചത് മാക്സിമം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എപ്പോഴാ വരുന്നത്? മാക്സിമം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരണമെങ്കിൽ എന്താ? മിനിമം ആയിരിക്കണം നമ്മുടെ വേവ് ലെങ്ത്, അല്ലെങ്കിൽ വേവ് ലെങ്തിന്റെ വാല്യൂ ചെറുതായിരിക്കണം. ഈ തന്ന കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഏതാണ്? 400 ആണ്. 400 നാനോമീറ്റർ അഥവാ വയലറ്റ് അല്ലെ, വയലറ്റ് ലൈറ്റിന്റെ റേഞ്ച് വരുന്നത് ആ ഒരു ഏരിയയിലാണ്. ഓക്കെ, അപ്പൊ 400 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ദ ഫിനോമിനൻ ഓഫ് ഇന്റർഫിറൻസ് ഇസ് എക്സിബിറ്റഡ് ബൈ. ഇന്റർഫിറൻസ് എന്ന് പറഞ്ഞ ഫിനോമിനൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആരാണ് എക്സിബിറ്റ് ചെയ്യുന്നത്? ഓൺലി ലൈറ്റ്, ലൈറ്റ് മാത്രമേ എക്സിബിറ്റ് ചെയ്യുന്നുള്ളൂ. എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും എക്സിബിറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. ഓൾ വേവ്സ്, എല്ലാ വേവ്സും, ഇലക്ട്രോ മാഗ്നറ്റിക് അല്ലാത്തതും ആയതുമായ വേവ്സ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾ ട്രാൻസ്വേഴ്സ് വേവ്സ്. ഇതിന്റെ ആൻസർ ഏതാണ്? ഓൾ വേവ്സ് ആണ് ആൻസർ വരിക. എല്ലാ വേവ്സിന്റെ വേവ് ഫിനോമിന എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റർഫിറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വേവ്സും എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആണ്. Okay, next one, the angular momentum of the electron in the ground state of the hydrogen atom is. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ആ ഒരു ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റം നമ്മൾ ബോർസ് അറ്റോമിക് മോഡലിൽ പഠിക്കുന്ന ഒരു പോസ്റ്റുലേറ്റിൽ അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. MBR is equal to NH/2π. MBR equal to NH/2π. അപ്പൊ ഇവിടെ എന്താണ്? ഹൈഡ്രജൻ ആണ്, അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ അതിന്. നമുക്ക് അതുകൊണ്ട് തന്നെ എന്താ അതിന്റെ വാല്യൂ വരിക? H/2π ആയിരിക്കും അതിന്റെ ആംഗുലർ മൊമെന്റം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Next question, if the frequency of the light incident on a metal surface is doubled, the maximum kinetic energy of emitted photoelectron will be. ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഫ്രീക്വൻസി, മെറ്റൽ സർഫസ്, കൈനറ്റിക് എനർജി എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. നമ്മുടെ ഓപ്ഷൻസ് ഉള്ളത് ഹാഫ്, ഡബിൾ, മോർ ദാൻ ഡബിൾ ആൻഡ് ലെസ് ദാൻ ഡബിൾ. ക്വസ്റ്റ്യൻ എന്താണ്? ഒരു മെറ്റൽ സർഫസിൽ ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി ഡബിൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇരട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൈനറ്റിക് എനർജിക്ക് വരുന്ന മാറ്റം എന്താണ്? അപ്പൊ നമുക്കറിയാം കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു H ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ നോട്ട് ആണ് നമ്മുടെ ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ ഇക്വേഷൻ വരുന്നത്. അതായത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് ദി ലൈറ്റ്. അപ്പൊ ഫ്രീക്വൻസി ഡബിൾ ആവാന്ന് പറഞ്ഞാൽ എന്താ? ഒബ്വിയസ്ലി കൈനറ്റിക് എനർജി എന്താണ്? ഡബിൾ ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ്, റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് എക്സ് അണ്ടർഗോസ് ആൻ ആൽഫ ഡീകെ. ആൽഫ ഡീകെ ആണ് നടക്കുന്നത്. ആൽഫ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എന്ത് ഡീകെ ആണ് നടക്കുന്നത്? ഒരു ഹീലിയം ന്യൂക്ലിയസ് ആണ് പുറത്തേക്ക് പോകുന്നത്. ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് കണ്ടെയ്ൻസ് 2 protons and 2 neutrons. ഓൾസോ അതിന്റെ അറ്റോമിക് നമ്പർ 2 protons എന്ന് പറഞ്ഞാൽ അതിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്, അതിന്റെ മാസ് നമ്പർ 4 ആണ്. അതായത് 2 protons ഉം 2 neutrons ആണ് അല്ലെ. അപ്പൊ ആൽഫ ഡീകെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹീലിയം ന്യൂക്ലിയസ് പുറത്തേക്ക് പോകുന്നു. അപ്പൊ അവിടെ ഉണ്ടാവുന്ന എന്ത് മാറ്റാണ് അവിടെ ഉണ്ടാവുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, Z-2 and A-4, Z-4 and A-2, Z-2 and A-Z, 2-4 and A-Z-2. അപ്പൊ എന്താണ് എ, എന്താണ് സെഡ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ മതിയാവും. എന്നാലും മിസ് ഒന്നുകൂടെ പറയാണ്, സെഡ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ആണ്, എ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ ആണ്. അപ്പൊ ഒരു ഹീലിയം ന്യൂക്ലിയസ് പുറത്തേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസിന്റെ മാസ് നമ്പർ 4 ഈ ഒരു പെർട്ടിക്കുലർ ന്യൂക്ലിയസിന്റെ മാസ് നമ്പറിന് കുറയും. അതിന്റെ അറ്റോമിക് നമ്പർ 2 ഈ ഒരു പെർട്ടിക്കുലർ ന്യൂക്ലിയസിന്റെ എന്താവും? ആ ഒരു അറ്റോമിക് നമ്പറിന് കുറയും. അതായത് Z-2 ഉം A-4 ആണ് അതിൽ വരുന്ന മാറ്റം. അതായത് നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. Next, 12th question. The minimum power dissipated across a silicon diode carrying a current of 50 milliampere will be. പവർ ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പവറിന്റെ ഇക്വേഷൻ നമുക്കറിയാം, P is equal to VI അഥവാ വോൾട്ടേജ് ഇൻറ്റു കറന്റ് ആണ് പവറിന്റെ ഇക്വേഷൻ അല്ലെ. അപ്പൊ ഈ ഒരു വോൾട്ട്
വോൾട്ടേജ് നമുക്ക് കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 50 മില്ലി ആംപിയർ. അതിനെ നമ്മൾ ആംപിയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. എപ്പോഴും ആലോചിക്കുക, പ്രോബ്ലം എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ SI യൂണിറ്റിലേക്ക് മാറ്റണം അല്ലെ. അപ്പൊ മില്ലി ആംപിയറിനെ ആംപിയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വോൾട്ടേജ് തന്നിട്ടില്ല, പക്ഷെ ഇവിടെ തന്നത് എന്താ, സിലിക്കൺ ഡയോഡാന്ന് പറഞ്ഞിരിക്കുന്നത്. സിലിക്കൺ ഡയോഡിന്റെ വോൾട്ടേജിന്റെ വാല്യൂ 0.7 വോൾട്ട് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇത് നമ്മൾ ഇക്വേഷനിൽ ഇടുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടുന്നത് 35 മില്ലി വാട്ട് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ യൂണിറ്റ് ശ്രദ്ധിക്കണം, മില്ലി വാട്ട് ആണ്, പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. Next question. The potential at a point which is at a distance of 2 meters from a point charge of 5 mu coulomb. അതായത് എന്താണ് ഉദ്ദേശിച്ചത്, നമ്മളൊരു 2 മീറ്റർ ഡിസ്റ്റൻസിലുള്ള പോയിന്റ് ചാർജിന്റെ പൊട്ടൻഷ്യൽ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് B is equal to KQ/R. അതിൽ K എന്ന് പറയുന്നത് എന്താണ്, K is equal to 1/4πε0 ആണ്. സിംപ്ലി പറഞ്ഞാൽ 1/4πε0 Q/R ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. അപ്പൊ എന്താക്കുക, ഈ ഒരു ഇക്വേഷൻ നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/4πε0ന്റെ വാല്യൂ എന്താ, 9 × 10⁹ ആണ്. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ 22.5 ആണ്. ഓക്കെ, അടുത്തത് 14th question. An ideal battery of 10 volt is connected across a resistor of 5 ohm. The amount of heat produced in the circuit in 3 seconds will be. 3 സെക്കൻഡിൽ പ്രൊഡ്യൂസ് ആകാവുന്ന, അതിന്റെ വോൾട്ടേജ് 10 വോൾട്ട് ആണ്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ആ ഒരു കേസിൽ ഉണ്ടാവുന്ന എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമ്മൾ ഓംസ് ലോ വെച്ചിട്ടാണ് ചെയ്യുക. ഓംസ് ലോ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ എന്ത് കിട്ടും, 60 ജൂൾസ് എന്ന് കിട്ടും. ഓക്കെ, ഇനി 14th question നോക്കാം. An ideal battery of 10 volt is connected across a resistor of 5 ohm. The amount of heat produced in the circuit in 3 seconds will be. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ, നമുക്ക് ഇവിടെ വോൾട്ടേജ് തന്നിക്കുന്നത്, റെസിസ്റ്റൻസ് തന്നിക്കുന്നത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആണ്. ഇവിടെ നമ്മൾ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഓംസ് ലോ വെച്ചിട്ടാണ്. ഓക്കെ, ഓംസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, V is equal to IR അല്ലെ. V is equal to IR എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ V is proportional to I ആണ് നമ്മുടെ ഓംസ് ലോ. ഈ ഓംസ് ലോ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, നമുക്ക് I യും തന്നിക്കുന്നത്, R ഉം തന്നിക്കുന്നത്, V യും തന്നിക്കുന്നത്, നമ്മൾ അത് വെച്ചിട്ട് കറണ്ട് കണ്ടുപിടിക്കുന്നു. കറണ്ട് വെച്ചിട്ട് ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പവർ കണ്ടുപിടിക്കുന്നു. അങ്ങനെ അത് വെച്ചിട്ട് നമ്മൾ എനർജി കണ്ടുപിടിക്കും, അല്ലെങ്കിൽ പവർ ഇൻറ്റു ടൈം കാണുകയാണ്. പവർ ഇൻറ്റു ടൈം കാണുന്ന സമയത്ത് അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 60 ജൂൾസ് കിട്ടും. ഓക്കെ, keeping all the other factors constant, if we double the number of turns per unit length in a coil, self inductance will be. self inductance ൽ വരുന്ന ചേഞ്ച് ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് നമ്മൾ കോൺസ്റ്റന്റ് ആക്കുക, എല്ലാ ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ജസ്റ്റ് നമ്പർ ഓഫ് ടേൺസ് മാത്രം നമ്മൾ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സെൽഫ് ഇൻഡക്റ്റൻസിന് വരുന്ന ചേഞ്ച് എന്താണെന്നാണ്. സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ ആണ് മിസ് ഇവിടെ കൊടുത്തത്. L is equal to mu0 n²A/L. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളിവിടെ ചേഞ്ച് ചെയ്യുന്നത് നമ്പർ ഓഫ് ടേൺസ് അഥവാ n ആണ്. n ചേഞ്ച് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, സെൽഫ് ഇൻഡക്റ്റൻസിന്റെ വാല്യൂ 4 ടൈംസ് വരും. കാരണം n എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ n² ആണ് നമ്മുടെ ഇക്വേഷനിൽ വരുന്നത് അല്ലെ. അപ്പൊ 2² എന്ന് പറയുന്നത് 4 ആണ്. അഥവാ നമ്മുടെ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ വാല്യൂ 4 ടൈംസ് ആവും. ഓക്കെ, next question. A thin prism has a prism angle of 5 degree. Prism angle അഥവാ A ന്റെ വാല്യൂ 5 ഡിഗ്രി ആണ്. It is made up of a material of refractive index. Refractive index എന്ന് പറയുന്നത് 1.5 ആണ്. A ray of light incident on the prism is deviated by an angle. എങ്ങനെയാണ് അതിന്റെ ഡീവിയേഷൻ ആണ് നമ്മൾ കാണേണ്ടത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡീവിയേഷൻ അഥവാ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ. del is equal to nu minus 1 into A ആണ്. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ന്യൂ എന്ന് പറയുന്നത് എന്താ, അഥവാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. 1.5 minus 1 into A ന്റെ വാല്യൂ 5 ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ ഓപ്ഷൻ A 2.5 ഡിഗ്രി എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ, ഇനി എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു പാസേജ് തന്നിട്ടുണ്ട്. ആ പാസേജ് നമ്മൾ വായിക്കുക, എന്നിട്ട് കറക്റ്റ് ആൻസർ എഴുതുക. ഓക്കെ, two small identical metallic spheres A and B, each having a charge Q, are kept separated by a distance R as shown in the figure. ഈ ഫിഗറിൽ കാണിച്ച പോലെ തന്നെ രണ്ട് Q ചാർജ് ഉള്ള രണ്ട് മെറ്റാലിക് സ്ഫിയർ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് R-ൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, the magnitude of the Coulombian force between them, അവർ തമ്മിലുള്ള ആ ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് ആണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ F is equal to 1/4πε0 Q²/R², F is equal to 4πε0 Q²/R²,
F is equal to 1 by 4 pi epsilon 0 Q by R. F is equal to minus 1 by 4 pi epsilon 0 Q square by R square. നമ്മുടെ correct answer വരുന്നത് 1 by 4 pi epsilon 0 Q square by R square ആണ്. Okay? ഇനി അടുത്തത് complete the sentences using the following words. ഈ ഒരു ഓപ്ഷൻസ് നമുക്ക് 4 വേർഡ്സ് തന്നിട്ടുണ്ട്. പവർ, റെസിസ്റ്റൻസ്, ആംപിയർ ആൻഡ് ഓം. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും കറക്റ്റ് ആൻസർ എടുത്തിട്ട് എഴുതണം. അപ്പൊ എന്തൊക്കെയാന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ദ വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് എ കണ്ടക്ടർ ആൻഡ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ഈസ് കോൾഡ്. കറന്റിന്റെയും വോൾട്ടേജിന്റെ ഒരു കണ്ടക്ടറിലെ വോൾട്ടേജിന്റെയും കറന്റിന്റെയും റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജും കറണ്ട് എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം ഇത് എന്താ പറയുന്നത്, ഓംസ് ലോ ആണ് അല്ലെ. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ, വി പ്രപ്പോർഷണൽ ടു ഐ ആണ്, അല്ലെങ്കിൽ വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ്. വി ഇസ് ഈക്വൽ ടു ഐ ആർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേഷ്യോ, വോൾട്ടേജിന്റെയും കറന്റിന്റെയും റേഷ്യോ അഥവാ വി ബൈ ഐന്റെ വാല്യൂ എന്തായിരിക്കും, ആർ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണ്, ഓം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, ആ പാസേജ് വായിക്കുക, അതിന് ആൻസർ ചെയ്യാം. Nuclear energy is different from other forms of energy in the sense that it is not obtained by the transformation of some other forms of energy. ഒരു എനർജി മറ്റൊരു എനർജി ആക്കി മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് എനർജിന്ന് ന്യൂക്ലിയർ എനർജി ഫോമിലേക്ക് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്നാണ്. On the contrary, it is obtained by the transformation of mass into energy. മാസിനെ എനർജി ആക്കി മാറ്റിയിട്ടാണ് നമുക്ക് ന്യൂക്ലിയർ എനർജി കിട്ടുന്നത്. Hence, in nuclear reactions, law of conservation of mass and law of conservation of energy merge into a single law of conservation of mass energy. അതായത് ഈ രണ്ട് ലോസും കൂടെ merge ചെയ്തിട്ട് അഥവാ കൂടി ചേർന്നിട്ട് law of conservation of mass energy ആയിട്ട് മാറുകയാണ്. എന്തിന്റെ കേസിൽ, ന്യൂക്ലിയർ എനർജിന്റെ കേസിൽ. ഇതാണ് നമുക്ക് തന്ന പാസേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. Which of the following is the most efficient process of producing energy? എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോസസ് ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്കിവിടെ തന്നിട്ടുണ്ട് കമ്പഷൻ, ഓപ്പറേഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പൊ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് കറക്റ്റ് ആൻസർ. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറിയ സ്മോൾ പാർട്ടിക്കിൾസ് കൂടി ചേർന്നിട്ട് ഒരു ബിഗർ പാർട്ടിക്കിൾ ആവുന്ന പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ അതിന് ഹൈ എനർജി ആവശ്യമാണ്. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ വലിയ പാർട്ടിക്കിൾ ചെറിയ സ്മോൾ പാർട്ടിക്കിൾ ആയിട്ട് മാറുന്നതിനാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഇത് തന്നെ ഉള്ളതാണ്. സെപ്പറേറ്റ് ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആൻഡ് കൺസർവേഷൻ ഓഫ് എനർജി ആർ നോട്ട് ഫോളോഡ് ഇൻ. ഇപ്പൊ മിസ് പറഞ്ഞിട്ടേ ഉള്ളൂ, എന്തിന് ഫോളോ ചെയ്യുന്നില്ല, ന്യൂക്ലിയർ എനർജിന്റെ കേസിൽ ഈ ഒരു രണ്ട് ലോസും ഫോളോ ചെയ്യുന്നില്ല. പകരം അത് രണ്ടും കൂടെ merge ചെയ്തിട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എനർജി ആയിട്ടാണുള്ളത്. ഓക്കെ. അടുത്തത് filling the blanks ആണ്. Splitting of the light into its constituent colors is passing through an optical medium like glass is called. Glass പോലുള്ള ഒരു ഒപ്റ്റിക്കൽ മീഡിയത്തിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അത് അതിന്റെ അകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്ന ഫിനോമിനനെ പറയുന്ന പേര് എന്താണെന്നാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു പ്രിസത്തിന്റെ അകത്ത് കൂടെ ഒരു ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ഇത് എന്താണ് ഉണ്ടാവുന്നത്, പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ അതിന്റെ പെർട്ടിക്കുലർ കളേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്ന ഒരു ഫിനോമിനൻ. എന്താണ് അതിന്റെ പേര്, ഡിസ്പേർഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഡിസ്പേർഷൻ ആണ്. നെക്സ്റ്റ്, the coefficient of scattering of light in an optical medium is dash proportional to the fourth power of wavelength of light. എന്താണ്, അതായത് അല്ലെങ്കിൽ ആ ഒരു wavelength of lightന് ഉള്ള പ്രൊപ്പോർഷണാലിറ്റിയാണ് നമ്മൾ പറയുന്നത്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ എന്ന്. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് നമ്മുടെ വേവ് ലെങ്ത്തിന്റെ ഫോർത്ത് പവറിന്റെ അഥവാ ലാംഡ റേസ് ടു 4ന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ. അടുത്തത് ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്നാണ്. ദ ലോക്കസ് ഓഫ് ഓൾ ദ പോയിന്റ്സ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റിംഗ് ഇൻ ദ സെയിം ഫേസ് അറ്റ് എ ഗിവൺ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഒരേ സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു വൈബ്രേഷന് എന്താണ് പറയുക, ഈ ഒരു സെന്റൻസ് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ആൻസർ എന്താണ്, വേവ് ഫ്രണ്ട് ആണ്. ഓക്കെ, വേവ് ഫ്രണ്ട്. The essential condition for two sources of waves to be coherent is that they emit waves of the same frequency and the dash of the emitted waves remains constant with time. ടൈം പോകുന്തോറും എന്താണ് കോൺസ്റ്റന്റ് ആവുന്നതെന്നാണ് ചോദിക്കുന്നത്. ഫേസ് ഡിഫറൻസ് ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. Write true for the correct statement and false for the incorrect statement. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ട്രൂ ഏതാണ് ഫാൾസ് ഏതാണെന്ന് നമ്മൾ പറയണം. അപ്പൊ നമുക്ക് എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് the time lag between the instant electromagnetic radiations are incident on the photosensitive surface and the instant photoelectrons are emitted from it depends on the nature of substance. ഇവിടെ അത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ പറ്റിയിട്ടാണ്.
എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്? ഒരു മെറ്റൽ സർഫസിലേക്ക് ഒരു ലൈറ്റ് വരുന്ന സമയത്ത് തന്നെ ആ ഒരു എപ്പോഴാണ് ആ ഒരു കോണ്ടാക്ട് വരുന്ന ആ ഒരു ഓൺ ദി സ്പോട്ടിൽ നമ്മൾ പഠിച്ചിട്ട് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും അല്ലെ. അവിടെ ഒരു ടൈം ലാഗും ഉണ്ടാവുന്നില്ല. ടൈം ലാഗ് ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യമാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മുടെ ഈ സബ്സ്റ്റൻസിന്റെ നേച്ചർ മാറുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ടൈം ലാഗിൽ നല്ല ചേഞ്ച് വരുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. കാരണം ഏത് മെറ്റൽ സർഫസ് ആയാലും ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈറ്റ് വന്നിട്ട് ഇൻസിഡന്റ് ആവുമ്പോൾ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ആവുന്ന ഈ ഒരു പ്രോസസ്സിന്, അഥവാ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കാൻ ടൈം ലാഗ് ഒന്നും ഒരിക്കലും ഉണ്ടാവുന്നില്ല. ഓക്കെ, the effective mass of a photon in a beam of light can be expressed by h nu by c square. അത് കറക്റ്റ് ആണ് കേട്ടോ. അത് ആൻസർ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അടുത്തത്, മാച്ച് ദ കോളം 1 സ്റ്റേറ്റ്മെന്റ് വിത്ത് ദ റൈറ്റ് ഓപ്ഷൻ ഓഫ് കോളം 2. കോളം 1 കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ്? ദ പ്യൂർ ക്രിസ്റ്റൽ ഓഫ് ദ ഫോർത്ത് ഗ്രൂപ്പ് എലമെന്റ് ഓഫ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിലെ ഫോർത്ത് ഗ്രൂപ്പിലെ എലമെന്റ്സിന് പറയുന്ന പേരെന്താണ്? പിന്നെന്താണ്? ക്രിസ്റ്റൽ ഓഫ് ഫോർത്ത് ഗ്രൂപ്പ് എലമെന്റ് ഡോപ്ഡ് വിത്ത് ഇംപ്യൂരിറ്റി ഓഫ് തേർഡ് ഗ്രൂപ്പ്. തേർഡ് ഗ്രൂപ്പുമായിട്ട് ഡോപ്പ് ചെയ്താൽ അത് എന്തായിട്ട് മാറുന്നു? ഈ ഒരു സംഭവം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റത്തത് എന്താണ്? പ്യോർ ആണ് അല്ലെ. പ്യോർ ആയതുകൊണ്ട് തന്നെ അത് എന്താണ്? ഇൻട്രിൻസിക് ആണ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. ക്രിസ്റ്റൽ ഓഫ് ഫോർത്ത് ഗ്രൂപ്പ് എലമെന്റ് ഡോപ്ഡ് വിത്ത് ദി ഇംപ്യൂരിറ്റി ഓഫ് തേർഡ് ഗ്രൂപ്പ്. ഓക്കെ, തേർഡ് ഗ്രൂപ്പിൽ ഇംപ്യൂരിറ്റി ആയിട്ട് ഡോപ്പ് ചെയ്യുക. ഡോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇംപ്യൂരിറ്റിനെ ആഡ് ചെയ്യുന്ന പ്രോസസ് ആണ് നമ്മൾ ഡോപ്പ് ചെയ്യാന്ന് പറയാ. അപ്പൊ ആ ഡോപ്പ് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത്? ഫോർത്ത് ഗ്രൂപ്പ് ഡോപ്ഡ് വിത്ത് തേർഡ് ഗ്രൂപ്പ്. തേർഡ് ഗ്രൂപ്പിൽ ആകെ 3 ഇലക്ട്രോൺസേ ഉള്ളൂ. ഫോർത്ത് ഗ്രൂപ്പിനെ സംബന്ധിച്ച് 4 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. അതായത് തേർഡ് ഗ്രൂപ്പിൽ ഒരു ഇലക്ട്രോൺ ഉള്ള സ്പേസ് ഒഴിവാണ്, അല്ലെങ്കിൽ ഒരു ഹോൾ ഉണ്ട്. അതായത് അവിടെ നമുക്ക് എന്താ? പോസിറ്റീവ് ഹോൾ കൂടുതലാണ്, അഥവാ അതിനെ നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും രണ്ടാമത്തത് പി ടൈപ്പ് സെമി കണ്ടക്ടറും ആണ്. അടുത്തത് ഇതേപോലെ തന്നെ കോളം 1 കോളം 2 ആയിട്ട് നമ്മൾ മാച്ച് ചെയ്യാന്നാണ്. ഫസ്റ്റ് വൺ ഇത് സിമ്പിൾ ഓഫ് നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റ് എന്താണെന്നാണ് പറയുന്നത്. നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നോർ ഗേറ്റും ആൻഡ് ഗേറ്റും തമ്മിൽ കമ്പൈൻ ചെയ്തതാണ്. അപ്പൊ ഈ നോർ ഗേറ്റ് വരിക എന്ന് പറഞ്ഞാൽ തന്നെ, നോട്ട് ഗേറ്റും ആൻഡ് ഗേറ്റും. അപ്പൊ ഈ ഒരു നോട്ട് ഗേറ്റ് വരാന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇങ്ങനെ ഒരു സീറോ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞ് റൗണ്ട് നമുക്ക് ആ ഒരു ഗേറ്റിന്റെ മുകളിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ഫസ്റ്റ് കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ എന്താണ്? ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് എന്താ? ഇങ്ങനെ ഒരു സംഭവമാണ് നമുക്കറിയാം. ആൻഡ് ഗേറ്റിന്റെ എ ബി ഔട്ട്പുട്ട് ഉണ്ടാവും, y ആണ് ഇൻപുട്ട് ഉണ്ടാവും, y ആണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. ഇവിടെ ഒരു ചെറിയ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാൻഡ് ഗേറ്റിന്റെ സിമ്പിൾ ആയി. കാരണം അതെന്താ? നോട്ട് പ്ലസ് ആൻഡ് ആണ് നാൻഡ് ഗേറ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു 1 എന്ന് പറയുന്നത് ഈ എസ് ആണ് വരിക. നെക്സ്റ്റ്, ബൂളിയൻ എക്സ്പ്രഷൻ ഫോർ ദ നോർ ഗേറ്റ്. നോർ ഗേറ്റിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ എന്താണെന്നാണ്? അത് വരുന്നത് എ പ്ലസ് ബി ഈക്വൽ ടു, എ പ്ലസ് ബി നോട്ട് ഈക്വൽ ടു വൈ ആണ്. എ പ്ലസ് ബി നോട്ട് ഈക്വൽ ടു വൈ ആണ് ഈ ഒരു പെർട്ടിക്കുലർ നോർ ഗേറ്റിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 25th ക്വസ്റ്റ്യൻ ആണ്. Of all the configuration of a transistor, dash configuration has the highest value of power gain. ഏറ്റവും കൂടുതൽ പവർ ഗെയിൻ ഉള്ള കോൺഫിഗറേഷൻ ഏതാണെന്നാണ്? അത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് കേട്ടോ. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ അഥവാ CEC എന്ന് പറയും നമ്മൾ. ഇനി among the base emitter and collector, dash is heavily doped. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ളത് എമിറ്റർ റീജിയൻ ആണ്. എമിറ്റർ റീജിയൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് കോളം 1 സ്റ്റേറ്റ്മെന്റ് വിത്ത് ദ റൈറ്റ് ഓപ്ഷൻ ഓഫ് കോളം 2. കോളം 1 കോളം 2 തമ്മിൽ മാച്ച് ചെയ്യാനാണ്. കോളം 1 കൊടുത്തത് the velocity of a body is doubled, kinetic energy will become. വെലോസിറ്റി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിക്ക് ഉണ്ടാവുന്ന മാറ്റം എന്താണെന്നാണ് ചോദിച്ചത്. കൈനറ്റിക് എനർജി KE is equal to half mv സ്ക്വയർ ആണ്. അതായത് നമ്മുടെ വെലോസിറ്റിന്റെ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് കൈനറ്റിക് എനർജി. അതായത് നമ്മുടെ വെലോസിറ്റി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കൈനറ്റിക് എനർജിക്ക് ഉണ്ടാവുന്ന മാറ്റം അല്ലെ? അതായത് കൈനറ്റിക് എനർജി 1 ആണെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് 1 സ്ക്വയർ ആയിരിക്കും അല്ലെ. ആ കൈനറ്റിക് എനർജി 2 ആണെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് അതിന്റെ സ്ക്വയറിനാണ് അല്ലെ. അപ്പൊ വെലോസിറ്റി എന്ന് പറയുന്നത് 2 സ്ക്വയർ 4ന്. ഇവിടെ നമ്മളോട് ചോദിച്ചത് എന്താണ്? വെലോസിറ്റി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ കൈനറ്റിക് എനർജിക്ക് വരുന്ന മാറ്റം? അപ്പൊ എന്താണ്? സ്ക്വയർ ആവാണ് അല്ലെ. സ്ക്വയർ ആവാന്ന് പറഞ്ഞ വെലോസിറ്റിന്റെ വാല്യൂ എന്താണോ അതിന്റെ ഡബിൾ ആവുക അല്ലെ, അല്ലെങ്കിൽ അതിന്റെ സ്ക്വയർ ആവുക. അപ്പൊ വെലോസിറ്റി ഡബിൾ ആവാന്ന് പറഞ്ഞ വെലോസിറ്റി 2 ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? 2 സ്ക്വയർ 4 ആയിരിക്കും. അപ്പൊ ആൻസർ വരുന്നത് Q ആണ് അല്ലെ, അഥവാ 4 ടൈംസ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, when the height of a body from the ground is doubled, potential energy becomes.
അതായത് പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എന്താ? പൊട്ടൻഷ്യൽ എനർജി PE is equal to mgh അഥവാ മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻറ്റു h ആണ്. ഹൈറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞു കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വെലോസിറ്റിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാലോ mgh ഡയറക്റ്റ് ഹൈറ്റിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഹൈറ്റ് ഡബിൾ ചെയ്യുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്താ സംഭവിക്കുക? അതും ഡബിൾ ആവും, അല്ലെങ്കിൽ 2 times. Next question. Write true for the correct statement and false for the incorrect statement. The velocity of the sound in a gas is independent of pressure. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ, ഡെൻസിറ്റി ഉണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ച് ആ ഒരു ഫാക്ടേഴ്സിൽ പ്രഷറിന് കാര്യം പറയുന്നുണ്ട്. പ്രഷർ ഇൻഡിപെൻഡന്റ് ആണ്. പ്രഷറിൽ ചേഞ്ച് വന്നാലും വെലോസിറ്റിക്ക് വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ ടെമ്പറേച്ചർ, പ്രഷർ, ഹ്യൂമിഡിറ്റി ആൻഡ് ഡെൻസിറ്റിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അതിൽ പ്രഷറിന് ഇൻഡിപെൻഡന്റ് ആണെന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ഫ്രീക്വൻസി ഓഫ് ദ ഫണ്ടമെന്റൽ നോട്ട് ഇൻ എ ക്ലോസ്ഡ് പൈപ്പ്, ഒരു ക്ലോസ്ഡ് പൈപ്പിലുള്ള ഫണ്ടമെന്റൽ നോട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഉണ്ടാവുന്ന ആ ഒരു നോട്ടിന്റെ ഫ്രീക്വൻസി ഇറ്റ് ഇസ് ഈക്വൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ദ ഫണ്ടമെന്റൽ നോട്ട് പ്രൊഡ്യൂസ് ഇൻ ദ ഓപ്പൺ പൈപ്പ് ഇൻ ദ സെയിം ലെങ്ത്. ക്ലോസ്ഡ് പൈപ്പിലും ഓപ്പൺ പൈപ്പിലും ഉണ്ടാവുന്ന ആ ഒരു ഫ്രീക്വൻസിന്റെ അത് എന്താണ്? അത് ഒരിക്കലും സെയിം ആവൂല അല്ലെ. ക്ലോസ്ഡ് പൈപ്പും മറ്റേത് ഓപ്പൺ പൈപ്പും ആണ്. നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. നെക്സ്റ്റ് അടുത്തതും ഇതേപോലെ തന്നെ നമ്മൾ എന്താ മാത്സ് ഫോളോയിങ് ആണ്. വേരിയേഷൻ ഓഫ് ദ കപ്പാസിറ്റീവ് റിയാക്ടൻസ് വിത്ത് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ആയിട്ടുള്ള കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഹൈപ്പർബോളിക് കർവ് ആണ് വരിക. അതേപോലെ തന്നെ വേരിയേഷൻ ഓഫ് ദ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ് വരിക. ഓക്കെ. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് നിങ്ങളുടെ ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ ഈ ഒരു MCQ ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ സെക്ഷൻ എയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 29th question. Name the physical quantity which measures the inertia of rest of a body and inertia of motion of a body. Inertia of a rest ആണെന്നുണ്ടെങ്കിൽ inertia of motion ആണെങ്കിലും അവിടെ നമ്മൾ വരുന്ന ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മാസ് ആണ് കേട്ടോ. മാസ് ആണ്. അപ്പൊ അതില് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മെയിൻലി ഈ ഒരു സെഷനിൽ വരുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ വരുന്നത്. അപ്പൊ എല്ലാവരും ആൻസേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുക, കറക്റ്റ് തന്നെയാണോ എഴുതിയത് എന്നുള്ളത്. ഇതേപോലുള്ള കുറെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.